അതിരപ്പള്ളി, കോടശ്ശേരി, പരിയാരം പഞ്ചായത്തുകളിലെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി. 3 ആഴ്ച മുമ്പ് പീലാർമുടിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു. 2 ദിവസം മുമ്പ് വെട്ടിക്കുഴിയിൽ പരിയാരം ആനമല കൂട്ടുകക്ഷി സംഘത്തിന്റെ സ്ഥലത്ത് കാട്ടാന കൂട്ടമായി വന്ന് കൃഷി വ്യാപകമായി നശിപ്പിച്ചു. മലയോര പ്രദേശങ്ങളായ മോതിരക്കണ്ണി, പീലാർമുഴി, തുമ്പൂർമുഴി, വെട്ടിക്കുഴി, കോട്ടാമല, പച്ചക്കാട്, വെറ്റിലപ്പാറ, മുണ്ടൻമാണി, ചിക്ലായി, ചൂളക്കടവ് മുതലായ പ്രദേശങ്ങളിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുന്നത് പതിവായി മാറി. 3 ആഴ്ച മുമ്പ് പീലാർമുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷവും കാട്ടാനയുടെ ശല്യം തുടരുകയാണ്. 2 ദിവസം മുമ്പ് വെട്ടിക്കുഴിയിൽ പരിയാരം ആനമല കൂട്ടുകക്ഷി സംഘം സ്ഥലത്ത് കാട്ടാന കൂട്ടമായി വന്ന് വാഴ, കവുങ്ങ്, തെങ്ങ്, റംബൂട്ടാൻ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. സൗരോർജ്ജ വേലിയും മരം തട്ടിയിട്ട് നശിപ്പിച്ചു. ഈ പ്രദേശങ്ങളിൽ ആനയുടെ സാമീപ്യമുണ്ടെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ടെങ്കിലും അവയെ തുരത്തുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ശാശ്വതമായ പരിഹാരത്തിന് വനാതിർത്തിയിൽ 10 കിലോമീറ്റർ ഫെൻസിംഗ് ജോലി പൂർത്തീകരിച്ചുവെങ്കിലും ഇനി 7 കിലോമീറ്റർ ദൂരം കൂടി നിർമ്മാണ ജോലി ചെയ്യുവാൻ ബാക്കിയുണ്ട്. കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്തുവാൻ റബ്ബർ ബുള്ളറ്റിൻ പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ KM ജോസ് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. മീഡിയ ടൈം, ചാലക്കുടി.